ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ പ്രഭാതത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ കരം നമ്മളോട് എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ഒരു പ്രഭാതം കൂടെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നല്ലോ. ആ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 9-ാം സങ്കീർത്തനം അതിൻ്റെ 9-ഉം 10-ഉം വാക്യം വായിക്കുമ്പോൾ, യഹോവ പീഡിതനൊരു അഭയസ്ഥാനം, കഷ്ടകാലത്തൊരു അഭയസ്ഥാനം തന്നെ. നിൻ്റെ നാമത്തെ അറിയുന്നവർ നിങ്കൽ ആശ്രയിക്കും. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. ദൈവവചനത്തിനായിട്ട്, അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറയുകയാണ്, യഹോവ പീഡിതനൊരു അഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ. ദൈവവചനം ഹല്ലേലൂയ എന്താ പറയുന്നത്? യഹോവ പീഡിതനൊരു അഭയസ്ഥാനം, കഷ്ടകാലത്തൊരു അഭയസ്ഥാനം തന്നെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പീഡിപ്പിക്കപ്പെടുന്ന, പ്രതിസന്ധികളിലായിരിക്കുന്ന, പ്രശ്നങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കർത്താവ് ഒരു അഭയസ്ഥാനമാണ്. നമുക്ക് അഭയം, ഹല്ലേലൂയ, നമുക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ ഒരേ ഒരിടമാണ് കർത്താവിൻ്റെ പാദപീഠമെന്ന് ഇന്ന് രാവിലെ മറന്നു പോകരുന്നവരെ. കഷ്ടകാലത്തൊരു അഭയസ്ഥാനം, കഷ്ടതയുടെയും വേദനയുടെയും രോഗത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും നടുവിലാണോ? ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ ഒരു അഭയം നമ്മുടെ കർത്താവാണെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. എന്നിട്ട് പറയുകയാണ്, നിൻ്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും. കർത്താവിൻ്റെ നാമത്തെ അറിയുവാൻ, കർത്താവിൻ്റെ നാമത്തെ അറിഞ്ഞവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അവരാണ് കർത്താവിൽ ആശ്രയിക്കുന്നത്. നമുക്ക് ആശ്രയമായിരിക്കുന്ന ഒരുവനാ നമ്മുടെ തമ്പുരാൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ പാദപീഠെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. പ്രിയമുള്ളവരെ, നമ്മുടെ ആശ്രയം, നമ്മുടെ മറ്റ് ഹല്ലേലൂയ പ്രഭുക്കന്മാരിലും മനുഷ്യരിലും ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലതെന്ന് 118-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആശ്രയം, ഹല്ലേലൂയ, നമുക്ക് ആശ്രയമായി കടന്നു ചെല്ലുവാൻ കഴിയുന്ന നമ്മുടെ തമ്പുരാൻ. ഹല്ലേലൂയ. ഏത് വിഷയങ്ങളുമായി, ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമുക്ക് ഹല്ലേലൂയ കടന്നു ചെന്ന് നമുക്ക് പറയുവാൻ, നമ്മുടെ കർത്താവിൻ്റെ പാദപീഠെ കടന്നു ചെന്ന് പറയുവാൻ നമ്മൾ ഒരുങ്ങിയാൽ അതിനുമേൽ നമ്മുടെ കർത്താവ് മറുപടിയുമായി ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേങ്കിൽ നമ്മൾ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം പറയേണ്ടവണ്ണം ദൈവസന്നിധിയിൽ പറയുവാൻ നമ്മൾ തുനിയണം. അതുകൊണ്ടാണ് പറയുന്നതിൻ്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കുന്ന. നാമത്തെ അറിയണം, കർത്താവിൻ്റെ നാമത്തെ അറിയണം. അറിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം കർത്താവ് അവരാണ് കർത്താവിൽ ആശ്രയിക്കുന്നത്. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. പ്രിയമുള്ള എന്നിട്ട് പറയുകയാണ്, യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. അന്വേഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവൻ. പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതികൂലത്തിൻ്റെ നടുവിൽ, ഭാരത്തിൻ്റെ നടുവിൽ, രോഗത്തിൻ്റെ നടുവിൽ നമ്മൾ കർത്താവിനെ അന്വേഷിക്കുവാൻ തയ്യാറായാൽ നമ്മെ ഉപേക്ഷിക്കത്തില്ല. പ്രിയമുള്ളവരെ, നമ്മെ വിടുവിക്കും, നമ്മെ നടത്തും, നമ്മെ പരിപാലിക്കും, നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ദൈവവചനം നമ്മളെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. അന്വേഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത കർത്താവ്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. പ്രശ്നത്തിനകത്ത് ദൈവത്തെ അന്വേഷിക്കുവാൻ നമ്മൾ തയ്യാറാകണം. പ്രശ്നത്തിനകത്ത് ദൈവത്തെ അന്വേഷിക്കുവാൻ തയ്യാറായാൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, യഹോശാബാത്ത് എന്ന രാജാവ്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, യഹോശാബാത്ത് ഭയപ്പെട്ട് 20-ാം അധ്യായം 2 ദിനവൃത്താന്തം, ഹല്ലേലൂയ, ഇങ്ങനെയാണ് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയെന്ന പ്രശ്നങ്ങളുടെ നടുവിൽ പല രാജ്യങ്ങൾ ഒന്നിച്ച് യഹോശാബാത്തിനോട് എതിർക്കുവാൻ കടന്നു വന്നപ്പോൾ യഹോശാബാത്ത് എന്ത് ചെയ്തു? യഹോവയെ അന്വേഷിപ്പാൻ ദൈവത്തിന് സ്തോത്രം താല്പര്യപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ എന്ത് ചെയ്തു? യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെടുന്നിട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തെന്ന യഹോവയുടെ സഹായം ചോദിപ്പാൻ ദൈവത്തിന് സ്തോത്രം എന്ത് ചെയ്ത് യഹൂദയിൽ ഒന്നിച്ചു കൂടി. സകല യഹൂദ നഗരങ്ങളിലും നിന്ന് അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നെന്ന എല്ലാവരും കൂടെ ഒന്നിച്ച് കടന്നു വന്ന യഹോവയെ അന്വേഷിപ്പാൻ അവർ താല്പര്യപ്പെട്ടു. കാരണം എന്താ? പ്രശ്നങ്ങളുടെ നടുവിൽ രാജ്യങ്ങൾ ഒന്നിച്ച് എതിര് കടന്നു വരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നമുക്ക് കർത്താവിനെ അന്വേഷിക്കുവാൻ നമ്മൾ തുനിഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിൻ്റെ 20-ാം
അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ, ഭാരത്തിൻ്റെ നടുവിൽ ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് കടന്നു വരാം. കർത്താവുമായിട്ടൊരു ഹല്ലേലൂയ, കർത്താവിൻ്റെ സന്നിധി കടന്നു വന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, കരയുവാൻ തയ്യാറായാൽ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മുടെ കർത്താവ് മതിയായവൻ. അതാ സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവേ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അന്വേഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവൻ ദൈവത്തിന്. ഇതിൻ്റെ വേറൊരു വാക്യം, അതിൻ്റെ 18-ാം വാക്യം പറയുന്നത്, ദരിദ്രനെ എന്നേക്കും മറന്നു പോവുകയില്ല, സാധുക്കളുടെ പ്രത്യാശയ്ക്കോ ഭംഗം വരത്തില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ദരിദ്രന്മാരെ മറക്കാത്തവൻ ദൈവത്തിന് സ്തോത്രം. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരുത്താത്തവൻ ദൈവത്തിന്. ആ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നമ്മെ മറക്കാത്ത, നമ്മെ ഹല്ലേലൂയ മാർബോട് ചേർത്ത് നമ്മളെ പിടിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്നവൻ ദൈവത്തിന് സ്തോത്രം. അവരെ ഓർക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ് പ്രിയമുള്ളവരെ നമ്മൾ ആരാധിക്കുന്നതെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയുവാൻ, ഈ വചനത്തിന് മുമ്പാകെ പറയുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം, കഷ്ടകാലത്തൊരു അഭയസ്ഥാനം തന്നെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ 9-ാം അധ്യായം സങ്കീർത്തനം 9-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ പൂർണ്ണഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിൻ്റെ അത്ഭുതങ്ങളെയൊക്കെ ഞാൻ വർണ്ണിക്കും. ദൈവത്തിന് നമുക്കൊന്ന് കഴിയണം പ്രിയമുള്ളവരെ, പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് വർണ്ണിക്കുവാൻ നമുക്ക് കഴിയണം. എന്നാൽ മാത്രമേ നമുക്ക് കർത്താവിനെ സന്നിധിയിൽ കടന്നു ചെല്ലുവാൻ കഴിയത്തുള്ളൂ. പൂർണ്ണ ഹൃദയത്തോട് എത്ര പേര് ദൈവസന്നിധിയിൽ കടന്നു വരും, ദൈവത്തെ ആരാധിക്കും, ദൈവസന്നിധിയിൽ എന്നിട്ട് പറയുന്നത്, നിൻ്റെ അത്ഭുതങ്ങളെയൊക്കെ ഞാൻ വർണ്ണിക്കും. നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെ, നമുക്ക് വേണ്ടി ചെയ്ത വിടുതലുകളെക്കുറിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് പറയുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ, ഹല്ലേലൂയ, കർത്താവ് നമ്മെ വിടുവിപ്പാൻ ശക്തനാ. പ്രിയമുള്ളവരെ, നമ്മെ അനുഗ്രഹിക്കുവാൻ ശക്തനാ. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനത്തിൽ തന്നെ പറഞ്ഞു, യഹോവേ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അന്വേഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവൻ, നമ്മെ കരുതുന്നവൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, നമുക്ക് വേണ്ടി വലിയവ ചെയ്യുന്നവൻ, നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ ആ കർത്താവിൻ്റെ പാദവിടെയാ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ സമയം നമ്മൾ കടന്നു വന്നിരിക്കുന്നത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നമുക്ക് വേണ്ടി വിടുതൽ നൽകി തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാ. നമ്മൾ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നീ പീഡിതനൊരു അഭയസ്ഥാനം, കഷ്ടകാലത്തൊരു അഭയസ്ഥാനം. നമ്മുടെ കർത്താവ് കഷ്ടകാലത്ത് നമ്മോട് കൂടെ ഇരിക്കുന്നവനാ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാ. അതുകൊണ്ട് 40-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ് 46-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്ന ഇങ്ങനെയാ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാ. കഷ്ടകാലത്ത്, ഇവിടെ പറയുന്നു കഷ്ടകാലത്ത് അഭയസ്ഥാനം, ഇവിടെ പറയുന്നു കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ നമ്മുടെ അടുത്ത് കടന്നു വരുന്നവനാണ് നമ്മുടെ കർത്താവെന്ന്, നമ്മുടെ സങ്കേതവും ബലവുമാകുന്നെന്ന് സങ്കീർത്തനക്കാരൻ പറയുക. കഷ്ടങ്ങളിൽ ഏറ്റവും എന്തുകൊണ്ട് എന്ത് പ്രതിസന്ധികൾ വന്നാലും, പ്രശ്നങ്ങൾ വന്നാലും എനിക്ക് ഭാരമില്ല, എൻ്റെ കർത്താവ് എനിക്ക് തുണയാ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഹല്ലേലൂയ. നമ്മെ തന്നെ ഈ വചനത്തിന് മുമ്പാകുന്ന ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധ കർത്താവെ, തന്ന നല്ല വചനത്തിനായിട്ട് സ്തോത്രം. വചനത്തിന് മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ് വലിയ വിടുതൽ അയക്കണം. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.